ഞാൻ നോർമൽ ഡേയ്സിലത്തെ പോലെ ക്രാഫ്റ്റ് ചെയ്യാൻ വന്നിരുന്നപ്പോഴാണ് പെട്ടെന്ന് ആരോ ഒരാൾ കോളിംഗ് ബെൽ അടിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്, ഞാൻ ഓർഡർ ചെയ്ത കൊറിയർ എങ്ങനെ എത്തിയെന്ന്. ഗൈസ്, എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വേഗം പോയിട്ട് സംഭവം എടുത്തിട്ട് വന്നു. ഗൈസ്, കുറേ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ റൂമിന് മേക്ക് ഓവർ കൊടുക്കുന്നത്. പക്ഷേ എന്ത് മേക്ക് ഓവർ കൊടുക്കുന്നത് അറിയാത്തത് കൊണ്ട് ഞാൻ ആദ്യം തരുമ്പോൾ ഒരു നല്ല ബെഡ്ഷീറ്റ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത്. ലാസ്റ്റ് ഫൈനലി നമ്മൾ ഓർഡർ കിട്ടി കയ്യിൽ. സോ റൂമിന് ഫസ്റ്റ് മേക്ക് ഓവർ ചെയ്യുമ്പോൾ തന്നെ മെയിൻ വേണ്ടത് ബെഡ്ഷീറ്റാണ്. പക്ഷേ ഞാൻ ഇതുപോലെ ഒരു 3-4 ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫസ്റ്റിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സംഭവം ഇതാട്ടോ, ഭയങ്കര വലുതാണ്. സോ ഗൈസ്, ഈ ഒരു സംഭവത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ അതിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലാവും. ഭയങ്കര സിമ്പിളായിട്ട് ഐറ്റം. സോ ലെറ്റ്സ് അൺബോക്സ് ഈ ഒരു ഐറ്റം. അറിയില്ല കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ ബിഗ് ആയിട്ടുള്ള നമ്മളെ ബിഗ് ബെഡ്ഷീറ്റ് ആട്ടോ. ഞാൻ ഓർഡർ എന്താ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ. കാരണം എൻ്റെ ബെഡ് കിങ് സൈസ്, അതുകൊണ്ടാണ് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. സോ എക്സൈറ്റഡ് ആട്ടോ ഇത് എങ്ങനെയെന്നറിയാൻ. സോ ഗൈസ്, നമുക്കിതിൽ അൺബോക്സ് ചെയ്ത് ഭയങ്കര വലിയൊരു പാക്കിംഗ് ആട്ടോ. നമുക്ക് എൻ്റെ ഫേസിനെ കാട്ടിയും ഭയങ്കര വലുതാട്ടോ. എൻ്റെ കയ്യിലൊക്കെ തോന്നുന്നു ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് പിക്ക്. അപ്പോൾ ഇതിൽ അൺബോക്സ് ചെയ്യാം. സോ കം ഓൺ. സോ ഗൈസ്, ദിസ് വാസ് മൈ ബിഗ് കൊറിയർ. ഇതാണ് ഐറ്റം. സോ ഞാൻ എനിക്ക് എക്സൈറ്റഡ് ആട്ടോ ഇതൊന്നും എൻ്റെ ബെഡിൽ വെയർ ചെയ്യാൻ. സോ എന്തായാലും അൺബോക്സ് ചെയ്യാം. ആൻഡ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇപ്പോഴത്തെ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ഇതാണ്. ഞാനിപ്പോൾ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ ബെഡ്റൂമിൽ വെയർ ചെയ്തിട്ടില്ല കേട്ടോ. ആൻഡ് നമ്മളെ റൂം മേക്കോറിൻ്റെ വീട്ടിൽ എന്തായാലും നമ്മളെ റൂം ഫുള്ളായിട്ട് കാണിക്കുന്നതാവും. വെറൈറ്റി റൂം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ഈ റൂമിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന്. അപ്പോൾ എന്തായാലും ഫസ്റ്റ്ലി നമുക്ക് ഇതിൻ്റെ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ്ലി നമ്മൾ ഇത് വെച്ചിട്ടാട്ടോ കട്ട് ചെയ്യുന്നത് നമ്മുടെ ഐറ്റം. ഫുൾ ബബിൾ റാപ്പിങ് വെച്ചിട്ട് മൊത്തത്തിൽ ഭയങ്കര സെക്യൂർ ആയിട്ടാട്ടോ ഇത് ഫുള്ളായിട്ട് റാപ്പ് ചെയ്തേക്കണേ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ റാപ്പിംഗ്. സോ എന്തായാലും അൺബോക്സ് ചെയ്യാം. എന്തോരോ ബബിൾ റാപ്പിങ്ങാ. ഇതെന്ത് തുറക്കാൻ പറ്റാത്ത രീതിയിലാട്ടോ റാപ്പ് ചെയ്തല്ലേ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനൊക്കെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കണം. എന്തായാലും ഓർഡർ ചെയ്യും തോന്നുന്നു. ഓക്കെ, എന്തായാലും അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യും. ഗൈസ്, ഈ ഒരു ഐറ്റം ഇങ്ങനത്തെ ഒരു മോഡലാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒരു പേർപ്പിൾ കളറാട്ടോ ഞാൻ കാണിച്ചുതരാം. ഗൈസ്, ഈ ഒരു ബബിൾ റാപ്പിങ് ഇതൊന്നും വിട്ടിട്ട് പോകുന്നില്ല. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഈ ഒരു കളർ കോംബോ ആണ്. ഈ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ ബെഡും വിട്ട് വരുമ്പോൾ എന്താ അവസ്ഥ ഒന്നും ഒരു ഐഡിയയില്ല. സോ എനിവേ, ഞാൻ ഇതിട്ട് നോക്കാൻ പോവുകയാണ്. ആൻഡ് ഗൈസ്, ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഈ ഒരു സംഭവം അൺബോക്സ് ചെയ്തേന് ഇത് കണ്ടു. ഇത്ര അധികം ബബിളായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഇട്ട് നോക്കാം. ഫ്രണ്ട്സ്, ഞാനിത് എന്തായാലും ഇപ്പോൾ ഞാൻ എൻ്റെ ബെഡിലേക്കൊന്ന് ഇട്ട് നോക്കുകയാണ് നല്ല ഭംഗിയുണ്ടോയെന്ന്.
ഇതിനുള്ളിൽ നോക്കിയപ്പോൾ സെയിം പ്രിൻ്റ് നല്ല രസമുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ബെഡ്ഷീറ്റും ഇതാണ് പില്ലോ കവർ കേട്ടോ. സോ ബെഡ്ഷീറ്റ് എനിവേസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓ ലൈക്ക് നല്ലൊരു കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് പില്ലോ കവറും പുറത്തേക്ക് എടുക്കാം. ഓക്കെ, സോ നമ്മുടെ പില്ലോ കവറും ഞാൻ ഓപ്പൺ ചെയ്തു. ഗൈസ് നമുക്കിവിടെ ഇതിൻ്റെ കൂടെ ഒരു കാർഡ്ബോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്രാഫ്റ്റ് വെച്ച് ചെയ്യും കേട്ടോ, ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്കുള്ളത് സംഭവമായിട്ടുണ്ട്. അപ്പോൾ കാർഡ്ബോർഡ് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. സോ അതിൻ്റെ വീഡിയോ വരുന്നതാണ്, എല്ലാവരും കാണണം. എനിവേ നമുക്കിപ്പോൾ നമ്മൾ ചെയ്ത് പകുതിയാക്കി വെച്ചത് കംപ്ലീറ്റ് ചെയ്യാം. ഗൈസ് ഇതാണ് കേട്ടോ നമ്മളെ പില്ലോ കവറിൻ്റെ മോഡൽ വരുന്നത്. ഈ ഒരു കളർ കോംബോ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പില്ലോ കവറിൻ്റെ. ഇപ്പം ഞാൻ എന്താ ഈ ഒരു കളർ കോംബോ കേട്ടോ എനിക്ക് സംതിങ് എന്തോ ഇഷ്ടം തോന്നിയത് ഈ കളർ കോംബോ ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കളർ കോംബോയിൽ നമ്മുടെ റൂം കൊണ്ടുപോകാൻ തോന്നുന്നത്. എനിക്ക് ചില സമയത്ത് പല കളർ കോംബോ തോന്നും. അപ്പം ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കും. ഒരു ഫണ്ണി ഗൈസ് ഇതാ നമ്മൾ പില്ലോ കവേഴ്സ് കിട്ടുകൊണ്ടിരിക്കുക. ഗൈസ് ഞാൻ കുറേ റൂം മേക്ക് ഓവറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു റൂം മേക്ക് ഓവർ വീഡിയോസിനോട് കൂടുതൽ ഇഷ്ടം തോന്നിയതും ചെയ്യാൻ ഞാനൊരു പ്ലാൻ ഇട്ടതും. ആൻഡ് നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ആയിട്ട് പറയാൻ മറക്കരുത്. കാരണം എനിക്കൊരു ഐഡിയ ഇല്ല എന്തെങ്കിലും കൂടുതൽ ക്രിയേറ്റീവായിട്ട് ഈ റൂമിൽ ചെയ്യണമെന്ന്. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബിലോ. ആൻഡ് ഞാനൊരു ഐഡിയ ഇല്ല. ഇപ്പം ഞാനൊരു പേർപ്പിൾ കളർ കോംബോ, പേർപ്പിൾ പേസ്റ്റൽ പേർപ്പിൾ, ഡാർക്ക് പേർപ്പിൾ, ലൈറ്റ് പേർപ്പിൾ കളർ കോംബോ ആണ് ഇപ്പം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എൻ്റെ റൂമിന് ഏത് കളർ മാച്ചാണ്. ബട്ട് ഇപ്പം എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ പേർപ്പിളിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പേർപ്പിൾ എടുത്തത്. ആൻഡ് ക്യൂട്ട് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കൂടുതൽ റൂം കുറച്ചും കൂടി ആസ്തറ്റിക് ആക്കാനും ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ ക്യൂട്ട് ആക്കാനും ഇഷ്ടമാണ്, എന്നാൽ വിൻറ്റേജ് ആക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾ പറയുക കൂടുതൽ എൻ്റെ റൂമിന് സ്യൂട്ടാവുന്നത്? ഞാൻ കളർ കോപ്പൊക്കെ കാണിച്ചു തന്നല്ലോ. അതേപോലെ ഇവിടെ ബാക്കിലൊരു പേസ്റ്റൽ ബ്രൗണും അപ്പുറത്ത് പുറത്തൊരു വൈറ്റ്, നോർമൽ വൈറ്റ് കളറാണ്. അപ്പം അതിന് ഏതാണ് മാച്ചെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ തലാണ് കവറുകളൊക്കെ ഇടാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ പില്ലോ കവറൊക്കെ എത്ര വലിച്ചിട്ടും വരുന്നില്ല. പിന്നെ കുറേ പേര് ഒരു ചലഞ്ച് ബർത്ത് ഇടുമെന്നും പിന്നെ എന്താ നെയിമിറ്റിംഗ് ചലഞ്ച് ചെയ്യുന്നു, സബ്സ്ക്രൈബേഴ്സ് നെയിമിറ്റിംഗ് ചലഞ്ച് ചെയ്യുന്നു ഒക്കെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ചെയ്യാം. പിന്നെ വട്ടൈറ്റിൻ്റെ ഡേ ഇടുമെന്ന് ചോദിച്ചവർക്കൊക്കെ ഞാൻ എന്തായാലും വട്ടൈറ്റിൻ്റെ ഡേ ഇടണമെന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ട്. സോ എന്തായാലും ഇടാൻ നോക്കാം. അപ്പോൾ കമൻറ്റ് ചെയ്തവർക്കൊക്കെ റിപ്ലൈ ആയിട്ട് ഞാൻ എന്തായാലും എല്ലാ വീഡിയോസ് ആയിട്ട് വരുന്നതും. പിന്നെ ക്രാഫ്റ്റ് ഐഡിയാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതുപോലെ സെയിം സംഭവം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. നമ്മളിതാ ഈ പില്ലോസിനൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ നോക്കുന്നു. ഇനി പറഞ്ഞു പോകാടിപ്പിക്കണില്ല. അപ്പോൾ നേരെ നമ്മളെ ബെഡ്ഷീറ്റ് നമ്മളെ ബെഡിലേക്ക് നോക്കിയിട്ട് അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നല്ല രസമുണ്ട് കാണാൻ. ഗൈസ് എന്തായാലും കാണിച്ചു തരാം ലാസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട്. ദിസ് ഈസ് മൈ ബെഡ്ഷീറ്റ്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ലുക്ക്. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം നല്ല സോഫ്റ്റാണ്, വെച്ചാൽ സൂപ്പർ സോഫ്റ്റാണ്, എന്നാൽ നല്ല കംഫർട്ടബിൾ ആണ്. ഇതിൽ കിടക്കാൻ നല്ല സുഖം കിട്ടും. ആൻഡ് നല്ലൊരു മെറ്റീരിയൽ തന്നെ സൂപ്പർ മെറ്റീരിയലാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ആമസോണിൽ ഉണ്ടാവും കേട്ടോ. എന്താ കിങ് സൈസ് ബെഡ്ഷീറ്റിന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ പല വെറൈറ്റി മോഡലും ഭംഗിയിലുള്ളതും കാണാം. അപ്പം ഞാൻ എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എടുത്തു. നിങ്ങൾക്ക് ഏത് മോഡൽ ഇഷ്ടപ്പെടുക വെച്ചാൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടോ. ആൻഡ് സൂപ്പർ ബെഡ്ഷീറ്റാണ്. ഈ ബെഡ്ഷീറ്റിൻ്റെ ക്വാളിറ്റി ആയാലും എല്ലാം സെറ്റ് സംഭവം കേട്ടോ. ആൻഡ് സൂപ്പർ റേറ്റ് ചെയ്ത്. അപ്പോൾ ഗൈസ് എന്തായാലും എല്ലാവർക്കും എൻ്റെ ഈ ഒരു ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.